മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതിയുടെ നേതൃത്വത്തിൽ പുനലൂർ ശങ്കേഷ് കണ്ണാശുപത്രിയുടെ സംയുക്തമായ ആഭിമുഖ്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ചടയമംഗലം ജമാഅത്തിലുള്ളതും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി പുനലൂർ ശങ്കേഷ് നേത്രാശുപത്രിയെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത് വളരെയധികം പ്രചാരണത്തോടുകൂടി പല രീതിയിലുള്ള മൈക്ക് അനൗൺസ്മെൻറ്റ് അതുപോലെ മറ്റ് പല പ്രചാരണ പരിപാടികളോടുകൂടി തന്നെ നമ്മൾ ഈ പരിപാടി ഇന്നത്തേക്ക് ചെയ്യുകയും നമ്മുടെ ജമാഅത്തിൻ്റെ മറ്റൊരു കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ജമാഅത്തിന് ആവശ്യത അനുഭവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഏകദേശം 20ഓളം പേർക്ക് നമ്മൾ ജമാഅത്തിൻ്റെ കീഴിൽ നിന്നുമുണ്ട് 1000 രൂപ പെൻഷൻ നൽകി നമ്മൾ ജമാഅത്തിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൽ വളരെയധികം പ്രവർത്തനം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇനിയും നമുക്ക് പ്രത്യേകം സ്പോൺസേഴ്സ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്ന അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇനിയും ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുന്നതായിരിക്കും. ചടയമംഗലം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ ശങ്കേഷ് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നൊരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ്. ഏകദേശം ഒരു 250-300 ആൾക്കാരെ ക്യാമ്പിൽ പങ്കെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതിനുവേണ്ട ആവശ്യമായ പബ്ലിസിറ്റി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മാത്രമല്ല ചടയമംഗലം ജമാഅത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മേഖലകളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നു. പ്രത്യേകിച്ചും കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, മറ്റു വലിയ അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കിടക്കുന്ന ആൾക്കാർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ജമാഅത്തിൻ്റെ ഭാഗത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് ജമാഅത്തിൻ്റെ പരിപൂർണമായ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ചടയമംഗലം മുസ്ലിം ജമാഅത്തിൻ്റെയും ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൻ്റെയും ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്ന കണ്ണ് പരിശോധനാ ക്യാമ്പ് കൃത്യം 9 മണിക്ക് തന്നെ ആരംഭിച്ചു. ഇപ്പം നിലവിൽ 86 രജിസ്ട്രേഷൻ കഴിഞ്ഞു. അവർ പരിശോധന നടന്നുകൊണ്ടേയിരിക്കുന്നു. കൃത്യമായി സമയബന്ധിതമായി തന്നെ നമ്മുടെ പരിപാടി മുന്നോട്ട് പോകും. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ജമാഅത്ത് പരിപാലന സമിതി സജ്ജീകരിച്ചിട്ടുണ്ട്. ശങ്കേഷ് കണ്ണാശുപത്രി ചടയമംഗലം ജമാഅത്തും ചേർന്ന് നടത്തുന്ന ഒരു കണ്ണിൻ്റെ ക്യാമ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കണ്ണിൻ്റെ ചികിത്സയിലെയും കണ്ണിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചും പലർക്കും അതിൻ്റേതായിട്ടുള്ളൊരു അവബോധമൊന്നും എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാലും കണ്ണിൻ്റെ രോഗങ്ങൾ എല്ലാവരും പലരും ഇഗ്നോർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരും കണ്ണ് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് കാണിക്കണം. പല അസുഖങ്ങളും നമ്മൾ അറിയേണ്ട പോകും. അതുപോലെ തന്നെ നേത്രദാനം എന്ന് പറയുന്നത് ഒരു വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. അപ്പം